4 ദിവസം മുമ്പ് പെരുമ്പാവൂരിൽ നിന്ന് 18 കോടിയുടെ കഞ്ചാവ് മയക്കുമരുന്ന് പിടികൂടിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. തീരെ കുറഞ്ഞ ഇനമൊന്നും അല്ല പിടികൂടിയിട്ടുള്ളത്. ആ വാർത്തയുടെ ആഘാതം മാറും മുമ്പ് ഇന്നലെ നമ്മൾ മറ്റൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനസ്തീഷ്യ ടെക്നീഷ്യനും മയക്കുമരുന്ന് വേണം. എന്തിനാണ്? നൈറ്റ് ഡ്യൂട്ടി വളരെ കളർഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണമല്ലോ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെ കളർഫുൾ ആക്കാനായിട്ട് അവര് അത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അത് ഇവർ കടത്തുന്നത് എവിടെയാണെന്ന് അറിയാമോ? സ്വകാര്യ ഭാഗത്ത് വെച്ചിട്ടാണ് ഇവർ ഇത് കടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. ഇതും കേട്ട് നമ്മൾ കാതും കണ്ണും അടയ്ക്കുന്നതിന് മുമ്പ് മറ്റൊരു വാർത്ത കൂടി എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 21കാരൻ തോക്കും മാരകായുധങ്ങളുമായിട്ടൊക്കെ പിടിയിലായി എന്നുള്ളതാണ് വാർത്ത. സംസ്ഥാനത്തെ ലഹരി മാഫിയകൾക്കും ഗുണ്ടകൾക്കും എതിരെ കുരുക്കുമുറുക്കിയിട്ട് ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ മാത്രമല്ല, ഓപ്പറേഷൻ ചക്രവ്യൂഹ് എന്ന പേരിൽ മറ്റൊരു ഓപ്പറേഷൻ കൂടി നടക്കുന്നുണ്ട്. ഈ ചക്രവ്യൂഹം നടത്തുന്നത് മറ്റ് ഏജൻസികളാണ് എന്നുള്ളതാണ്. നോക്കൂ, ഏതാണ്ട് 2026 ജൂൺ 2-നാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ആരംഭിക്കുന്നത്. അന്നേ ദിവസം ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 104 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട്. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കണക്കുകൾ ഏതാണ്ട് 3000 കഴിഞ്ഞങ്ങ് പോവുകയാണ്. അപ്പൊ ഓരോ ദിനവും കഴിയും തോറും ഇതിന്റെ കണക്ക്, പിടികൂടിയവരുടെ എണ്ണം ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യ ദിവസങ്ങളുടെ പരിശോധനയിൽ 0.549 കിലോ MDMA പിടികൂടി. പിന്നീട് 16.79 കിലോ കഞ്ചാവ് പിടികൂടി. അതുപോലെ തന്നെ 220 കഞ്ചാവ് ബീഡികൾ എന്നൊക്കെയുള്ള നിലയിൽ മെല്ലെ 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 അങ്ങ് പോയി. പിന്നീട് ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളതാണ്. പെരുമ്പാവൂര് തൂത്തുവാരി എടുത്തു എന്ന് പറഞ്ഞിട്ടും പിന്നെ അത് അവിടെ കിടക്കുന്നു. കുറെ എണ്ണം ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നും MDMA-യും കുത്തിവെക്കലും ഒക്കെ ആയിട്ട് ഇനിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ചക്രവ്യൂഹിന്റെ കാര്യം. ഇത് ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ DRI, NCB, കസ്റ്റംസ് എന്നിവയും പ്രത്യേക ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട്. ഇതാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹമായിട്ട് നടത്തിയിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും ലഹരി കടത്ത് ശൃംഖലകളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു, ഇത് കേന്ദ്രത്തിന്റെ സഹായം തേടും, അന്യ സംസ്ഥാനങ്ങളുടെ സഹായം തേടും. കാരണം ഇതെല്ലാം ഇവിടം കൊണ്ട് നിൽക്കുന്നതല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇത് വരുന്ന ഇടത്ത് വെച്ച് തന്നെ ഇതിനെ പൂട്ടാനായിട്ട് ഇവരുടെ സഹായം തേടും എന്നുള്ള കാര്യവും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉറപ്പിച്ചു പറഞ്ഞതിന് പുറമെ ഇവരുമായി കൈകോർത്തുകൊണ്ട് ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്നതിന്റെ കൂടെ തന്നെ ഈ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും പോലീസ് നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ പറയുന്ന 21കാരനെ പിടികൂടിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം എന്ന് പറയുന്നത് ഏതാണ്ട് തിരുവനന്തപുരത്ത് നരുവാമൂട് പോലീസ് നടത്തിയ ലഹരി വേട്ടയ്ക്കിടെയാണ് 21കാരൻ കൂടി പിടിയിലാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയത് കൊണ്ടോട്ടി വലിയറത്തല സ്വദേശിയായിട്ടുള്ള 21കാരനാണ്. അപ്പോൾ ഇത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഇതിന്റെ ഒരു വിങ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം. അജിത്ത് എന്നാണ് ഈ പറയുന്ന യുവാവിന്റെ പേര്. യുവാവിനെ പിന്തുടർന്ന് പ്രതിയുടെ വീട്ടിലെത്തി അയാളുടെ മുറിയിൽ പരതി അന്വേഷണം നടത്തുന്ന സമയത്താണ് ഈ മാരകായുധങ്ങളും തോക്കുമെല്ലാം പിടികൂടുന്നത്. പിടിച്ചെടുത്തിട്ടുള്ള തോക്ക് എന്ന് പറയുന്നതും നിസ്സാരമായിട്ടുള്ള തോക്കല്ല, എയർഗൺ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് ജാർഖണ്ഡിൽ നിർമ്മിച്ചതാണ് എന്ന് കൂടി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക നിഗമനം അങ്ങനെയാണ്. അത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലോസ് റേഞ്ചിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ തോക്ക് ജീവഹാനി ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ളതാണ് എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധമുള്ള സംഘങ്ങളുമായിട്ട് ഈ അജിത്ത് എന്ന് പറയുന്ന 21കാരന്
ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്കല്ലാതെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് പല തവണയാണ് നമ്മൾ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകപോക്കലുകൾ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും അധികം ഗുണ്ടാ സംഘങ്ങൾ നിർബാധം വിലസുന്ന ഇടം എന്ന് പറയുന്നത് പോലും തിരുവനന്തപുരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയേറെ കാര്യങ്ങളിൽ ഈ കഴിഞ്ഞു പോയ വർഷത്തിൽ നടന്നിട്ടുള്ളത്. പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പൊതുജനങ്ങൾക്ക് എന്നും തലവേദന ഉണ്ടാക്കുന്ന തരത്തിലാണ് തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളുടെ പകപോക്കലൊക്കെ നടന്നിട്ടുള്ളത്. അത് കരുതിയിട്ട് തിരുവനന്തപുരത്ത് മാത്രമല്ല, നമുക്കറിയാം ഇങ്ങോട്ടേക്ക് വരുമ്പോ അങ്ങ് കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഇവരെ എല്ലാം തൂത്ത് എടുത്ത് അകത്തിടണം എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായവും. അപ്പൊ അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 21-കാരനെ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് വിവരങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുക. ഇയാൾ ഏതെങ്കിലും ഗുണ്ടാ സംഘത്തിൽ പെട്ടിട്ടുള്ള ആളാണോ, ഏത് ഗുണ്ടാ സംഘങ്ങൾ, ഓരോ ഗുണ്ടാ സംഘങ്ങൾക്കും ഓരോ പേരൊക്കെ ഉണ്ട്. തലാനി, എന്താണ്, ഇച്ചാപ്പി എന്നൊക്കെ പറയുന്ന തരത്തില് പലതരത്തിലുള്ള പേരുകളാണ്. പല നമ്മൾ പുന്നാരിച്ച് വിളിക്കുന്ന പേരുകളൊക്കെയുള്ള വിളിപ്പേരുള്ള ഗുണ്ടകളുണ്ട്. പക്ഷെ കയ്യിലിരിപ്പ് വെട്ടും കുത്തും കൊലപാതകവും ഒക്കെയാണ്. പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ട് അയ്യോടാ പാവം എന്ന് തോന്നും. പക്ഷെ കയ്യിലിരിപ്പ് ഇത്തരത്തിലുള്ളതായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ പിണിയാളാണോ ഈ പിടിയിലായിട്ടുള്ള 21 വയസ്സുകാരൻ? എങ്ങനെയാണ് ഇയാൾ ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇയാളുടെ സാഹചര്യങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരാൾ ഒരു ക്രിമിനൽ സംഘത്തിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് മാറുന്നതിന് സമൂഹവും അയാളുടെ വീടും കുടുംബ പശ്ചാത്തലവും എല്ലാം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ആ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. മനഃശാസ്ത്ര വിദഗ്ധരും ഒക്കെ പറയുന്ന കാര്യം ഇതാണ്. എന്തായാലും MDMA-യുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമായാലും ഗഞ്ചാവിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമായാലും പിടികൂടുന്നത് വലിയ എമൗണ്ടിലാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓരോ ദിനവും ഓപ്പറേഷൻ തൂഫാൻ ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിലെങ്കിലും ഒക്കെ തോന്നിപ്പോവും, ഇതൊരു മന്ദമാരുതനാണോ, ഇത് ഇവിടം കൊണ്ട് നിൽക്കുമോ, ഈ പിടികൂടുന്ന ചെറിയ ചെറിയ ചെറുകിട ആളുകൾക്കിടയിൽ ഇത് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ട്. കാരണം പല വെളിപ്പെടുത്തലുകളുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം തോക്ക് സ്വാമി ഹിമവൽ ഭദ്രാനന്ദ, അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അതല്ലാതെയുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട്. പല സൂചനകൾ വരുന്നുണ്ട്. ഇതൊക്കെ ശരിയോ തെറ്റോ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ, കേരളത്തിൽ തന്നെ ഒരു അധോലോകമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ ഒരു അധോലോകം ഉണ്ടെങ്കിൽ അത് പെരുമ്പാവൂരാണ് എന്ന് പറയുന്നവരും വിരളമല്ല. അപ്പൊ അത്തരത്തിൽ വളരെ അധികം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ പിടിയിലായിട്ടുള്ള ഈ 21-കാരൻ അജിത്ത് ഉൾപ്പെടെ ഇതിന്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകളായിരിക്കാം ഇന്നലെ പിടികൂടിയതും ഇന്നലെ അതിന് മുമ്പത്തെ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയ 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവും. ഈ കേസുകളൊന്നും ഇവിടം കൊണ്ട് തീരേണ്ടതല്ല. ഇതൊക്കെ എത്തിക്കുന്നതും ഇതിന്റെ തലപ്പത്ത് ആരാണ് എന്നുള്ളത് കൂടി അന്വേഷിച്ച് അവരെ കൂടി പിടിച്ച് അകത്തിട്ടാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള നാർക്കോട്ടിക്സ് പരമായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ ഒരു ദിവസം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ കഴിയില്ല. കാരണം ഇതിന്റെയൊക്കെ വേരുകൾ അങ്ങ് സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വേരോടെ അറുത്ത് കളയണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പണിപ്പെടൽ ചില്ലറയായിരിക്കില്ല. അതിന് പലതരത്തിലുള്ള ഭീഷണികൾ പോലീസിന് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ പൂട്ടിക്കെട്ടുക തന്നെ ചെയ്യാൻ കഴിയും.